ഇന്നത്തെ റെസിപ്പി കേരള പൊറോട്ടയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്ത് അതിലോട്ട് ഒരു 3 കപ്പ് മൈദ ആഡ് ചെയ്യുക. അതിലോട്ട് ഒരു മുട്ടയും കൂടി ഒഴിക്കുക. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി വെള്ളം കുറേശ്ശെ ഒഴിക്കണം. വെള്ളം കൂടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, വെള്ളം കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈദ നല്ല ലൂസായി പോവും, പിന്നെ പൊറോട്ട ശരിയാവില്ല. അപ്പം അത് വെള്ളം ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മാവിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി മാവിൻ്റെ അത്ര ടൈറ്റ് ആവാൻ പാടില്ല, എന്നാൽ നല്ല ലൂസും ആവരുത്, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാനും പാടില്ല. നന്നായി കുഴച്ചെടുത്ത് കണ്ട ഈ ഒരു പരുവായിരിക്കണം. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നുമില്ല, എന്നാൽ ചപ്പാത്തി മാവിനെയും കാട്ടിയും ലൂസാണ്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇനി നന്നായി കുഴയ്ക്കണം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി മേലെ പരട്ടിയിട്ട്, അതായത് കുഴച്ച മാവ് ഉരുട്ടിയിട്ട് അതിന് മേലെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി പരട്ടിയിട്ട് നന്നായിട്ട് മൂടി വെക്കുക. ഒരു 4 മണിക്കൂർ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം. മൂടി വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പുള്ള സ്ഥലത്തൊന്നും വെക്കരുത്, കുറച്ചൊന്നൊരു ചൂടുള്ള ഒരു ഭാഗത്തായിട്ട് വെക്കുക. ഇനി 4 മണിക്കൂറിന് ശേഷം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി അത് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സൈസിന് കട്ട് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ അളവിന് എനിക്ക് 9 പൊറോട്ടയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു മീഡിയം സൈസിൽ 9 പൊറോട്ട. നിങ്ങൾക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഇനി നമ്മൾ നിറയെ പൊടി യൂസ് ചെയ്യുക, അതായത് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് പരത്തുക. ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തുക. നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പരത്തി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായി പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് വേറൊരു സ്ഥലത്ത് കുറച്ച് മൈദയും കൂടിയും വെതറിയിട്ട് ഈ പരത്തിയത് നമ്മൾ അതിൻ്റെ മേലേക്ക് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇടുക. അതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് സൺഫ്ലവർ ഓയിൽ, നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ എല്ലാ ഭാഗത്തും പരട്ടി പിടിപ്പിക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ എല്ലാ ഭാഗത്തും പരട്ടുക. ഈ സൺഫ്ലവർ ഓയിൽ പരട്ടിയതിന് ശേഷം ഇനി അതിൻ്റെ മേലെ നമ്മൾ മൈദ വെതറുക. എല്ലാ സൈഡിലും ആവണം മൈദ, അല്ലെങ്കിൽ നമ്മൾ ഇനി ഈ സ്റ്റെപ്പ് തന്നെയാണ് ഈ എല്ലാ ബോൾസും പരത്തിയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായി വെതറിയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇതുപോലെ വെതറിയതിന് ശേഷം നമ്മൾ വീണ്ടും നെക്സ്റ്റ് ബോൾ എടുത്തിട്ട് ഇതേപോലെ ഞാൻ പരത്തിയ പോലെ പരത്തിയിട്ട് വീണ്ടും അതിൻ്റെ മേലെ ഇടുക. ഈ സ്റ്റെപ്പ് നമ്മൾ ബോൾസ് കഴിയുന്ന വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി വീണ്ടും സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും മൈദ വെതറുക. വീണ്ടും അടുത്ത ബോൾ പരത്തിയിട്ട് അതിൻ്റെ മേലെ ഇടുക. എന്നിട്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ലാസ്റ്റ് ബോൾ പരത്തി കഴിഞ്ഞാൽ അതിട്ടിട്ട് അതിൻ്റെ മേലെ ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി, പൊടി വിതറേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഓയിലിൽ അത് കവർ ചെയ്തെടുക്കണം. ഫുള്ള് എല്ലാ ഭാഗത്തും ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി വീണ്ടും ഈ പരത്തിയത് നന്നായിട്ട് മൂടി വെച്ചിട്ട് 1.5 മണിക്കൂറും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഓയിൽ നല്ല ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് 1.5 മണിക്കൂറിന് ശേഷം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അടിച്ചിട്ടല്ലേ പൊറോട്ട ഉണ്ടാക്കുന്നത്, ഇങ്ങനെ വീശി അടിച്ചിട്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ 1.5 മണിക്കൂറിന് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേലത്തെ പരത്തിയിട്ട് ഒരെണ്ണം മാത്രം ഇങ്ങനെ എടുത്ത് വലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് നൈസായി വലിഞ്ഞു വരും. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിങ്ങനെ നമ്മൾ പൊറോട്ട റോളാക്കൂലേ, അതേപോലെ ഇങ്ങനെ ചുറ്റി എടുക്കുക, വലിച്ചിട്ട്. കണ്ടോ, ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നീണ്ടു വരും. അത് ഇതുപോലെ ഇങ്ങനെ ചുറ്റി എടുക്കുക. ചുറ്റിയിട്ട് ലാസ്റ്റ് വരുന്ന അതുണ്ടല്ലേ, അത് നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് ചുറ്റിയതിന് ശേഷം അത് നമ്മൾ അടിയിൽ കൂടെ ഇങ്ങനെ വെക്കാം. കണ്ടോ, ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചുറ്റിയിട്ട് അത് ബാക്കിലൂടെ ഇങ്ങനെ വെക്കാം. ഇപ്പോൾ നമ്മളെ പൊറോട്ടയുടെ ഒരു ബോൾ റെഡിയായി. അങ്ങനെ തന്നെ എല്ലാതും ഇതേപോലെ റോൾസ് ആക്കി എടുക്കുക. ഇപ്പോൾ 9 പൊറോട്ടയാണ് എനിക്കുണ്ടായിരുന്നത്. ഇനി ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്താൽ തന്നെ നമുക്കത് പ്രസ്സായി വരും. പൊറോട്ടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കുക. നമ്മൾ കൈ വെച്ച് ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ അതിങ്ങനെ പരന്ന് വരും. വേറെ ഒന്നും വെച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഈ വലുപ്പത്തിനുള്ള 9 പൊറോട്ടയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഗ്യാസിലൊരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് ആ പാത്രം ചൂടാവണം. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമ്മൾ പരത്തി വെച്ചേക്കുന്ന പൊറോട്ട ഇടുക.
എന്നിട്ട് എല്ലാ സൈഡും ഒരേപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ആ മേലെ ഇങ്ങനെ കുമിളകൾ വരുമ്പോൾ നമ്മൾ മറിച്ചിടുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും കൂടി വെന്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി മറിച്ചിടുക. ഇതുപോലെ എല്ലാ സൈഡും വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 എണ്ണം ആയിക്കഴിഞ്ഞാൽ ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ അടിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ലെയേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുക. കുറച്ച് ചൂടുണ്ടാവും, ശ്രദ്ധിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാ ലെയേഴ്സും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും നമുക്ക്. കണ്ട ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, എല്ലാതും ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നമ്മൾ ആ ചൂടോടെ തന്നെ ഇങ്ങനെ അടിച്ചാലാണ് ആ ലെയേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുള്ളൂ. ചൂട് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെയേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരില്ല. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അതുപോലെ തന്നെ എല്ലാ ലെയറും ആ പൊറോട്ട കണ്ട ഇങ്ങനെ ലെയേഴ്സായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. കണ്ട ആ ചൂടോട് കൂടി അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ലെയേഴ്സായി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വരില്ല. അതുപോലെ നല്ല സോഫ്റ്റാണ്. ഇതിന് ഞാൻ കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബട്ടർ ചിക്കൻ ആയിരുന്നു. എല്ലാവരും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.